ശ്രീ ടി പി ജയേന്ദ്രൻ മാസ്റ്റർ, അതായത് ദേവസ്വം മന്ത്രി വി എൻ വാസവനും ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്തും ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന വാക്കുണ്ട്. അത് 2019 നടന്നത്, എൻ്റെ കാലത്തല്ല എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. നോക്കൂ, 2019 സ്വർണ്ണപ്പാളികൾ പുറത്തു കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവച്ചത് വ്യാജപാളികളായിരുന്നു. 2024 25 ഇതേ പാളികൾ ദേവസ്വം കമ്മീഷണറുടെ പോലും ഉത്തരവില്ലാതെ, അനുമതിയില്ലാതെ വീണ്ടും ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ കൊണ്ടുപോയി പുറത്ത്. അതിലേറ്റവും രസം, 2025 സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖേന പാളികളുടെ അറ്റകുറ്റപ്പണി വേഗത്തിൽ നടത്താൻ പി എസ് പ്രശാന്ത് നിർദ്ദേശം നൽകി എന്ന് ഇന്നിടക്കാല ഉത്തരവിൽ പറയുന്നുണ്ട്. ഇനി എങ്ങനെ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് നിലവിലെ പ്രസിഡന്റ് പോലും പറയും? നോക്കൂ കൃഷ്ണരാജ്, താങ്കൾ ചൂണ്ടിക്കാണിച്ചതിനപ്പുറത്തേക്കാണ് വസ്തുതകൾ എന്നുള്ളതാണ് ഇന്നത്തെ ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. ഹൈക്കോടതി വളരെ അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നു, 2019 തുടർച്ചയായ പ്രവർത്തനങ്ങളാണ് 2025 നടന്നുകൊണ്ടിരിക്കുന്നത്. 2019 ഏതെല്ലാം തെറ്റുകൾ മറച്ചുവെക്കുന്നതിന് വേണ്ടി എന്തെല്ലാം ഒളിസേവകൾ ചെയ്തുവോ അതിൻ്റെ തനി ആവർത്തനവും അതിനെ ബലപ്പെടുത്തുന്നതിനും ആവശ്യമായ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ അടിവരയിട്ട് പ്രേക്ഷകരോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടി ഈ വിഷയത്തിൽ 4 ആവശ്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്ന്, അന്താരാഷ്ട്ര തലത്തിലുള്ള ഗൂഢാലോചനയടക്കം നടന്നുവോ എന്ന് സംശയിക്കുന്ന, കേവലം മോഷണത്തിനപ്പുറത്തേക്ക് നടന്ന ഉദ്യോഗസ്ഥ തലത്തിലും സർക്കാർ തലത്തിലും നടന്നിരിക്കുന്ന ഈ വൻ അഴിമതിയെക്കുറിച്ച് CBI പോലുള്ള, കാരണം കേവലം മോഷണമല്ല അഴിമതി കൂടി ഉൾപ്പെട്ട ഇത് CBI ഏൽപ്പിക്കുവാൻ നമ്മുടെ ബഹുമാനപ്പെട്ട കോടതിയും കേരള സർക്കാരും തയ്യാറാകണമെന്നുള്ളതാണ് ഒന്നാമത്തെ ആവശ്യമായിട്ട് നമുക്ക് പറയാനുള്ളത്. രണ്ടാമത്, ഈ ദേവസ്വം ബോർഡ് പിരിച്ചുവിടണമെന്ന് പരോക്ഷമായിട്ട് ചൂണ്ടിക്കാണിക്കുകയല്ലേ കോടതി ചെയ്തിരിക്കുന്നത്. കേവലം ചില ഉദ്യോഗസ്ഥന്മാരെ ബലിയാടാക്കാൻ പോരാ, പ്രതിപ്പട്ടികയിൽ ദേവസ്വം ബോർഡിനെ ഉൾപ്പെടുത്തിയത് കൊണ്ട് ദേവസ്വം ബോർഡ് തെറ്റ് ചെയ്തു എന്ന് കോടതി ഒരർത്ഥത്തിൽ ശരിവെക്കുകയല്ലേ ഇന്നത്തെ നടപടികളിലൂടെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഈ ദേവസ്വം ബോർഡും അതിന് ഉത്തരവാദികളായ ദേവസ്വം ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കുകയും ഈ ബോർഡ് പിരിച്ചുവിടുകയും വേണം. മൂന്നാമത്, കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു, ക്രിമിനൽ ഗൂഢാലോചന നടന്നിരിക്കുന്നു. കടകംപള്ളി സുരേന്ദ്രൻ, വാസവൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാരുടെ പങ്ക് കോടതിയും ഭക്തജന സമൂഹവും സംശയിക്കുകയാണ്. 3 ദേവസ്വം അധ്യക്ഷന്മാർ, അത് വാസു ആയാലും പ്രശാന്ത് ആയാലും ഇപ്പോഴത്തെ തൊട്ടു മുമ്പുണ്ടായിരുന്ന പത്മകുമാറായാലും, ഇവർ 3 പേരും അറിഞ്ഞിരുന്നു ഈ കാര്യങ്ങളെന്ന് പരോക്ഷമായി SITയും കോടതിയും ശരിവെക്കുകയല്ലേ. എന്തുകൊണ്ടാണ് ദേവസ്വം വിജിലൻസിനെ പ്രതി ചേർക്കുന്നത്? അതിന് മനസ്സിലാക്കിയിടത്തോളം മൂന്നാമത്തെ ആവശ്യമായിട്ട് നമ്മൾ ഉന്നയിച്ചത്, ദേവസ്വം വിജിലൻസ് ഇക്കാലമത്രയും കണ്ടെത്തിയിരിക്കുന്ന വസ്തുതകൾ പുറത്തുവിടണം. കാരണം ഇതെല്ലാം ദേവസ്വം വിജിലൻസിന് അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അവരറിയാത്തതല്ല ഇതൊന്നും. അവരുടെ സമയാസമയം അവർ സർക്കാരിന് കൊടുത്ത റിപ്പോർട്ടുകൾ അത് പുറത്തുവിട്ടാൽ വളരെ കൃത്യമായിട്ട് നമുക്കറിയാൻ സാധിക്കും ഇതിൻ്റെ പുറകിലുള്ള ഗൂഢാലോചനകൾ എന്താണ് എന്ന്. മറ്റൊരു സുപ്രധാന വസ്തു കൂടിയുണ്ട് കൃഷ്ണരാജ്. ഒന്ന്, ഇത് കേവലം ഇടതുപക്ഷം മാത്രം ചേർന്ന് നടത്തിയ ഒരു കൊള്ളയല്ല. ഇതിൻ്റെ തലപ്പത്തുള്ള പല ഉദ്യോഗസ്ഥന്മാരും UDFന്റെ സംഘടനാ നേതാക്കന്മാരായി തലപ്പത്തിരുന്ന ആളുകളുണ്ട്. അവരും കൂടി അറിഞ്ഞുകൊണ്ടാണ്. ഇത് മാത്രമല്ല, ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരിക്കുന്ന കേസിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത്, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള നിരവധി ദേവസ്വം ക്ഷേത്രങ്ങളിൽ വൻ കൊള്ളയുടെ കണക്കുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ദേവസ്വം ക്ഷേത്രങ്ങളിലെല്ലാം ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല. അതുമാത്രമല്ല, ഗുരുവായൂരിലെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ ഉൾക്കിടിലത്തോടെയല്ലേ ഇത് കേൾക്കാൻ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ 30 വർഷത്തെ കേരളത്തിലെ ദേവസ്വം ക്ഷേത്രങ്ങളിലെ ഇടപാടുകൾ, നടപടിക്രമങ്ങൾ, അതും കൂടിയൊക്കെ അന്വേഷണത്തിന്റെ പരിധിയിൽ വരണ്ടേ? മാത്രമല്ല, SITയുടെ കണ്ടെത്തൽ കൂടി കൃഷ്ണരാജ് പ്രേക്ഷകർക്ക് വേണ്ടി ഞാനിവിടെ 14-ാം പേജിൽ വളരെ കൃത്യമായിട്ട്
SIT പറഞ്ഞിരിക്കുന്നു. എന്താണ്? അതായത് 49 ദിവസം ദേവസ്വം ചട്ടങ്ങൾ, മാനുവലുകൾ ലംഘിച്ചുകൊണ്ട് ഈ പാളികൾ കേരളത്തിൽ പോറ്റിക്കും അദ്ദേഹത്തിൻ്റെ പിന്നണി പ്രവർത്തകന്മാരും ആവശ്യപ്പെടുന്ന വ്യക്തികളുടെ വീടുകളിൽ, ക്ഷേത്രങ്ങളിൽ, സ്വകാര്യ സ്ഥലങ്ങളിൽ പവിത്രമായ അയ്യപ്പൻ്റെ ഈ അടയാളങ്ങൾ എഴുന്നള്ളിച്ച് കൊണ്ടുപോയി എന്നുള്ളത് കൃത്യമായ ആചാര ലംഘനമാണ്. ഇത് കോടതി SIT തന്നെ കണ്ടെത്തിയിരിക്കുന്നു. ഈ നിയമവിരുദ്ധമായ ഉദ്യോഗസ്ഥർ ഇപ്രകാരം ചെയ്ത വിവരം, അതായത് ഇദ്ദേഹത്തിന് കൈമാറി അവിടെ നിന്ന് പുറത്തു കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ള ചട്ടം ലംഘിച്ചു, ദേവസ്വം മാനുവലിൽ പറഞ്ഞ രീതിയിൽ ഉദ്യോഗസ്ഥൻ അനുഗമിക്കണമെന്ന ചട്ടം ലംഘിച്ചു. ഈ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ വിരലിലെണ്ണാവുന്ന ഏതാനും ദേവസ്വം ഉദ്യോഗസ്ഥന്മാർ അവർ നടത്തിയതാണ് എന്ന്, ഇത് ദേവസ്വം അധികാരികൾ അറിഞ്ഞില്ല എന്ന് കരുതാൻ കഴിയില്ല. SITയുടെ റിപ്പോർട്ടിലെ 14-ാം പേജിലെ വാചകമാണ് ഞാൻ വായിച്ചത്. പറയുന്നു, നിയമവിരുദ്ധമായി ഉദ്യോഗസ്ഥൻ ഇപ്രകാരം ചെയ്ത വിവരം ദേവസ്വം അധികാരികൾ അറിഞ്ഞില്ല എന്ന് കരുതാൻ കഴിയില്ല. തീർന്നില്ല. ഇതിൽ 2019 ബോർഡ് അധികാരികളുടെ പ്രേരണയോ സമ്മർദ്ദമോ നിർദ്ദേശമോ ഉണ്ടായിരുന്നു എന്ന വസ്തുത ഗൗരവതരമായി പരിഗണിക്കേണ്ടതാണ്. SITയുടെ അന്വേഷണത്തിൽ കൃത്യമായി കണ്ടെത്തിയിരിക്കുന്നു കൃഷ്ണരാജ്. ദേവസ്വം പ്രസിഡന്റ്, ദേവസ്വം അംഗങ്ങൾ ഇവർ രാഷ്ട്രീയ നിയമനത്തിൽപ്പെട്ട ആളുകളാണ്. ഇവരെ നിയന്ത്രിക്കുന്നത് സർക്കാരിൻ്റെ ദേവസ്വം മന്ത്രിയും സർക്കാർ ഉദ്യോഗസ്ഥന്മാരുമാണ്. അപ്പൊ SITയുടെ കണ്ടെത്തൽ കൃത്യമായി പറഞ്ഞത് എന്താണ്? ഇത് കേവലം ഒരു പോറ്റിയോ ഒന്നോ രണ്ടോ സർക്കാരിലെ ജീവനക്കാരോ ചേർന്ന് നടത്തിയ ഒരു ഗൂഢാലോചനയും അഴിമതിയുമല്ല. വലിയ തലത്തിലുള്ള ആസേതു കേരളം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ക്ഷേത്ര സങ്കേതങ്ങളെ തകർക്കാൻ, അതിൻ്റെ അമൂല്യങ്ങളായ വിലമതിക്കാനാവാത്ത സ്വത്തുക്കൾ, സമ്പത്തുക്കൾ, അതിനെ പരമാവധി അഴിമതിയിലൂടെയും വ്യഭിചാരത്തിലൂടെയും തങ്ങളുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഉപയോഗപ്പെടുത്താനുള്ള വളരെ ആസൂത്രിതവും വളരെ ആഴത്തിലും പതിഞ്ഞിരിക്കുന്ന ഒരു വലിയ ഗൂഢാലോചനയാണ് നടന്നത് എന്നുള്ള നമ്മുടെ ഇക്കാലം അത്രയുമുള്ള ആവശ്യപ്പെടലുകൾ ഏതാണ്ട് ഇന്ന് കേരളത്തിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ശരിവെക്കുകയാണ്. അവർ സർക്കാരിനെ പ്രതിയാക്കുന്നതിലൂടെ, ദേവസ്വം ബോർഡിനെ പ്രതിയാക്കുന്നതിലൂടെ സർക്കാരിനെ സഹായിക്കുകയും ഇത്തരം കാര്യങ്ങൾ കണ്ടെത്തേണ്ട ദേവസ്വം വിജിലൻസിനെതിരെ കേസ് ചാർജ് ചെയ്യുന്നതിലൂടെ ഇതിൻ്റെ വ്യാപ്തി കേരളത്തിലെ വിശ്വാസ സമൂഹത്തെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലേക്ക് വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡ് എന്ന ആശയം കോടതി തന്നെ ഇന്നലെ പറഞ്ഞത് എന്താണ്? നാഥനില്ല കളരിയായി മാറിയിരിക്കുന്നു. സിസ്റ്റം സമ്പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുന്നു. തട്ടിപ്പ് നടന്നതിൽ വ്യക്തമായിരിക്കുന്നു. ദേവസ്വം ബോർഡിൻ്റെയും ജീവനക്കാരുടെയും പങ്ക് സംശയാതീതമായി ബോധ്യപ്പെട്ടിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡും പിരിച്ചുവിടേണ്ടതല്ലേ, രാജിവെക്കേണ്ടതല്ലേ? ശരിയാണ്. SIT അന്വേഷണം അവിടെ നിൽക്കട്ടെ. കോടതിയുടെ ഇടക്കാല ഉത്തരവ് കുറച്ചുകൂടി ഗൗരവമേറിയതാണ്. തിരിച്ചറിയേണ്ടത്